ഹലോ ഗൈസ്, അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട്. മന്ത് എൻഡ് കഴിഞ്ഞു, മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് നമ്മൾ ദുബായിലുള്ള ഓരോ ആൾക്കാരും എന്ത് ചെയ്യും, ശമ്പളം കിട്ടുന്ന സമയത്താണ് എന്ത് ചെയ്യുക, നമ്മൾ പോയത് ഓൾമോസ്റ്റ് പർച്ചേസും കാര്യങ്ങളും ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് സാധനം വാങ്ങാൻ പോകണം നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, പച്ചക്കറികൾ വാങ്ങാണ്ട്, അതുപോലെ തന്നെ അരി വാങ്ങാണ്ട്, മസാല ഐറ്റംസ് വാങ്ങാണ്ട്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഒരു മാസത്തേക്കുള്ള ഇതാക്കിയാണ് വാങ്ങുക. പിന്നെ എന്നാൽ എന്താ വെച്ചാൽ ശമ്പളം കിട്ടുമ്പോഴാണ് നമ്മൾ പർച്ചേസ്. പിന്നെ വേറെ ഒന്നുണ്ട്, എല്ലാ പ്രവാസികളും ശമ്പളം കിട്ടണ അന്ന് ചെയ്യണ ഒന്നുണ്ട്. എന്താ പറയുക, ഫസ്റ്റ് ശമ്പളം കിട്ടണ അന്ന് തന്നെ പോയിട്ട് നല്ല അടിച്ച് പൊളിച്ച് നല്ലൊരു ഫുഡ് ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് കഴിക്കും. അതെന്താ വെച്ചാൽ അത്രയും ദിവസം നമ്മൾ ടയേർഡായി അത്രയും വർക്ക് ചെയ്ത് ഇതാക്കി എടുത്ത പൈസ ഒരു ദിവസം നമ്മൾ മനസ്സുഖത്തിന് വേണ്ടിയിട്ടൊന്ന് പുറത്തു പോയി കഴിക്കുമ്പോഴേ അത് വല്ലാത്ത സുഖമാണ്. പക്ഷെ ആ ഒരു ദിവസമാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോർമലായിട്ടുള്ള പീപ്പിൾസ് കഴിക്കുക. മറ്റേ പിന്നെ സാലറി കൂടുതലുള്ളവർ എന്നും കഴിക്കും, പുറത്തുനിന്നും കഴിക്കും. നമുക്ക് നോർമൽ സാലറി ഉള്ളവർ എന്ത് ചെയ്യും, മന്ത്ലി ഒരു സാലറി കിട്ടുമ്പോൾ പഠിച്ചവനെ ഇന്നത്തെ ദിവസം നല്ല റാത്തോട് കൂടി കഴിക്കണേ പറഞ്ഞാണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിക്കും. അത് ചോദിച്ചാൽ വീട്ടിലെ ഫുഡ് സൂപ്പർ അല്ല എന്നല്ല, പക്ഷേ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് മനസ്സമാധാനത്തോടു കൂടി കുറച്ച് റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ പെട്ടാണ് ഞാനും. അപ്പം ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക, നെസ്റ്റോയിൽ പോവാം. ഓക്കെ, നമ്മൾ അരിപ്പാത്രം ഇതാ ബക്കറ്റ് കാലിയായിട്ടുണ്ട്. അപ്പോൾ അരി വാങ്ങണം. അതുപോലെ തന്നെ എന്താ ഫ്രിഡ്ജ് കാലിയായിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇതാ ആ വെള്ളപ്പതാ ഈ 4 പച്ചമുളകുണ്ട്. ഇത് കുറച്ച് ചോക്ലേറ്റ് ആട്ടോ, അത് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ 4 തക്കാളി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രിഡ്ജിൽ. അപ്പം ഇനി A to Z വാങ്ങണം. പോരാത്ത എന്താ ഫ്രീസറിൽ മീനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നുള്ളത് കടലയാണ് കേട്ടോ. നമ്മൾ പുട്ടുകടലല്ലേ, അത് നമ്മൾ എന്ത് ചെയ്തു, തലേന്ന് വെള്ളത്തിലിട്ട് പുതർത്തിയുണ്ട്. ഇതിൽ 1 കിലോ പുട്ടുകടല വാങ്ങിയാൽ നന്നായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് പുതർത്തി രാവിലെ എടുത്ത് വെള്ളം ഊറ്റിയതിന് ശേഷം ഇതേമാതിരി കവറിലാക്കി ഫ്രീസറിലേക്ക് വെക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് എളുപ്പത്തിന് കുക്ക് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. അതൊന്ന് അങ്ങനെ നേരെ ഞങ്ങൾ നാദിൽ ഹമർ നെസ്റ്റോയിലേക്കാണ് പോയത്. ഞാനും ബയ്യ അതുപോലെ തന്നെ നല്ല കൊളീഗ്സ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അവരെ വണ്ടിയിലാണ് കേട്ടോ പോയത്. അങ്ങനെ നേരെ അവിടെ നെസ്റ്റോയിലെത്തി പർച്ചേസും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഓഫർ പേപ്പർ നോക്കും. അങ്ങനെ ഓഫർ പേപ്പറൊക്കെ എടുത്തപ്പം കുറച്ചൊക്കെ വില കുറവുണ്ട്. അങ്ങനെ നേരെ എന്ത് ചെയ്തു, ഞങ്ങൾ വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോയി. അതിന് മുന്നേ ആദ്യം അരി എടുത്തതിന് ശേഷം വെജിറ്റബിൾ സെക്ഷനിൽ പോയപ്പം ഉള്ളി എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം ഇഷ്ടമായില്ല മീൻസ് നല്ലതല്ലായിരുന്നു. പിന്നെ തക്കാളി കാര്യങ്ങൾ ഒരുപാട് പൊട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലും വേണ്ടിയില്ല നമ്മൾ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, വെജിറ്റബിൾസ് ബാക്കിയുള്ള ഐറ്റംസും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. തക്കാളിയും ഉള്ളിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ അച്ചാറ് കാര്യങ്ങളൊക്കെ കാണുമ്പം വാലിങ്ങനെ വെള്ളം പൊട്ടും. പിന്നെ അതിനുള്ള ബഡ്ജറ്റ് നമ്മളതിലില്ല. നമ്മളിത് ബഡ്ജറ്റ് പറഞ്ഞാൽ 200 ദിറംസിൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ള പ്ലാനോട് കൂടി വന്നതായിരുന്നു കേട്ടോ. ഇത് എവിടെയുള്ള ഒരു ചേട്ടൻ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, സ്വീറ്റ് തന്നു. കാരണം ടേസ്റ്റ് നോക്കാനാണ് ഞാൻ വാങ്ങാൻ പോയി കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ എന്ത് ചെയ്തു, ടേസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പരിപാടി ചെയ്തു. അതിനുശേഷം അത് ഒരുപാട് സ്വീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇലക്ട്രോണിക് സെക്ഷനിൽ പോയി. ഞങ്ങൾക്കെല്ലാവരും ഞങ്ങൾ കൂടെ വന്ന കൊളീഗ്സിന് അവർക്ക് എന്ത് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ 10 മണിയായപ്പോഴാണ് റൂമിലേക്ക് എത്തുന്നത് കേട്ടോ.